രാധാകൃഷ്ണൻ, ജനുവരി 1-ാം തീയതിയാണ് സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രതിജ്ഞ ചെയ്യിക്കാതിരിക്കാൻ ചില നിയമ നടപടികൾ റിപ്പബ്ലിക്കൻസ് ആലോചിക്കുന്നൊക്കെ ഉണ്ട്. കാരണം അവിടുത്തെ ഭരണഘടനയിൽ ഈ ദേശവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നവരെ തട്ടിക്കളയാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആലോചനകൾ നടക്കുന്നതൊക്കെ ആയിട്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഉയരുന്ന പ്രശ്നം, ന്യൂയോർക്കിലേക്ക് റിപ്പബ്ലിക്കൻസ് നെതന്യാഹുവിനെ 1-ാം തീയതി ന്യൂയോർക്കിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെതന്യാഹു അവിടെ എത്തുന്നു എന്ന് വെക്കുക 1-ാം തീയതി. മുമ്പ് ചില അഭിമുഖത്തിൽ ഈ സെക്കുലർ പൊസിഷനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, പലസ്തീൻ അനുകൂലം, ഹമാസ് അനുകൂലം, മംദാനി. അതുകൊണ്ട് ഈ നെതന്യാഹുവിൻ ഹൂത്തികൾക്കും അനുകൂലമായിരുന്നു. അതെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാറന്റ് അനുസരിച്ചിട്ട് ന്യൂയോർക്ക് മേയറാകുന്ന ആ ദിവസം മംദാനി അവിടെ എത്തുന്ന നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ? ഇങ്ങനൊരു ചർച്ച ആഗോള മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ മംദാനിയുടെ ഒരു വാഗ്ദാനം ആണിത്. ഞാൻ അറസ്റ്റ് ചെയ്യും, രാജ്യാന്തര കോടതിയുടെ വാറന്റ് ഞാൻ പാലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യാന്തര ക്രിമിനൽ കോടതി 2024 നവംബർ 21-നാണ് നെതന്യാഹുവിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇയാളവിടെ പട്ടിണി തന്നെ ഒരു യുദ്ധത്തിൻ്റെ ആയുധമാക്കി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ആ വാറന്റിൻ്റെ അകത്തുണ്ട്. യുദ്ധക്കുറ്റവാളിയാണെന്ന് പറയാൻ. കഴിഞ്ഞ മാസം സീറ്റോ എന്ന് പറഞ്ഞ മാധ്യമത്തിൽ മെഹ്ദി ഹസനുമായിട്ട് മംദാനിയുടെ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് ട്രംപ് ഒരു കവചം ആയിട്ട്, ട്രംപിൻ്റെ കൂടെ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ മംദാനി പറഞ്ഞു, ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ വാറന്റ് നെതന്യാഹുവിനെതിരെ ഉണ്ട്. അയാൾ വംശഹത്യ നടത്തിയിട്ടുള്ള ആളാണ്. 2 വർഷമായി അയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാനവികതയുടെ പരിശുദ്ധിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ആളാണ് നെതന്യാഹു. ഇങ്ങനെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, I will showcase a model of what politics could be. എന്തായിരിക്കണം രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ ഒരു മാതൃക ഞാൻ കാണിക്കും. അപ്പൊ രാജ്യാന്തര നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക് എന്ന് ഇയാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രാജ്യാന്തര ക്രിമിനൽ കോർട്ടിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട റിപ്പബ്ലിക്കൻ നേതാവ്, അവിടെ സിറ്റി കൗൺസിൽ അംഗമാണ് ഇയൂണ വെർണിക്കോ, റിപ്പബ്ലിക്കൻ കൗൺസിൽ അംഗം, നെതന്യാഹുവിനെ ക്ഷണിച്ചു. നിങ്ങൾ ഈ മാർക്സിസ്റ്റ് നാണമില്ലാത്ത, അവർ പറഞ്ഞു നാണമില്ലാത്ത മാർക്സിസ്റ്റായ മംദാനിയുടെ ചീത്ത വർത്തമാനം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ നഗരം ഇസ്രയേലിനൊപ്പമാണ് എന്ന ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നെതന്യാഹുവിനോ ക്ഷണിച്ചുകൊണ്ട് അവർ പറഞ്ഞതാണ്. ജൂതർക്കൊപ്പമാണ് ന്യൂയോർക്ക് എന്ന് നിങ്ങൾ തെളിയിക്കണം, നിങ്ങൾ 1-ാം തീയതി ഇവിടെ വേണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ അമേരിക്ക ഒരു സിഗ്നറ്ററി അല്ല. ആ കോടതി ഉണ്ടാക്കുന്നതിലൊന്നും അമേരിക്കയ്ക്ക് അവരുടെ ഒരു ഉത്തരവും അനുസരിക്കാൻ അമേരിക്കയ്ക്ക് ബാധ്യതയില്ല. അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾ ഇത്തരം നടപടികൾക്കെതിരാണ്. ഫെഡറൽ ഗവൺമെന്റ് ഉണ്ടല്ലോ, ന്യൂയോർക്കിലെ സർക്കാരിനല്ല, ഭരണകൂടത്തിനല്ല, ഫെഡറൽ സർക്കാരിനാണ് വിദേശ നയം തീരുമാനിക്കാനുള്ള അവകാശം. 2025 ഈ കൊല്ലം ജൂലൈയിൽ വൈറ്റ് ഹൗസിൽ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ മംദാനിയൊന്നും നെതന്യാഹു വന്നിട്ടുള്ള യോഗം ഈ വക ചോദ്യങ്ങൾ നെതന്യാഹുവിനോട് ചോദിച്ചു. ഞാനൊന്നും അയാളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. ട്രംപും ന്യൂയോർക്കിലേക്ക് വരും, ഞാനും വരും എന്ന് നെതന്യാഹു ഉത്തരവും പറഞ്ഞു.
ട്രംപ് പറഞ്ഞു ഓനെ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും. എന്നിട്ട് ട്രംപും പറഞ്ഞു. ട്രംപ് ഇങ്ങനെ പറയുന്നതിൽ വിദഗ്ധനാണല്ലോ. സിറിയയുടെ പ്രസിഡന്റ് ഷാറ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഷാറയോട് ചോദിച്ചേ, എത്ര ബേബിമാരുണ്ട് നിങ്ങൾക്ക്? ലേറ്റസ്റ്റ് ഇതാണ്. അപ്പൊ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആർക്കറിയാം എന്നിട്ട് ട്രംപ് പറഞ്ഞു. അപ്പോ അതെ, ഹൂ നോസ്. അപ്പൊ ട്രംപിന്റെ ഉപരോധമുണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെതിരെ. കാരണം ട്രംപ് നെതന്യാഹുവിന്റെ കൂടെയാണല്ലോ. അപ്പൊ നെതന്യാഹുവിനെതിരെ പ്രഖ്യാപിച്ചു, മറ്റേ ഉപരോധം പ്രഖ്യാപിച്ചു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെതിരെ. മിഡിൽ ഈസ്റ്റിന് പുറത്ത് ഏറ്റവും വലിയ ജൂത സമൂഹമുള്ള സ്ഥലമാണ് ഈ ന്യൂയോർക്ക്. അപ്പോൾ ജൂതന്മാർ കുറച്ച് പേര് 30% മറ്റോ ഈ മംദാനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു കണക്കുമൊക്കെ കണ്ടു. കുറേ ജൂതന്മാർ അയാളുടെ കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു. ജൂതന്മാർ ഒരു കാരണവശാലും അയാൾക്ക് വോട്ട് ചെയ്യേണ്ടതല്ല. പക്ഷെ തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ ഇയാൾ നിലകൊള്ളുന്നുള്ളതുകൊണ്ട് ജൂതന്മാരായ തൊഴിലാളികളും ഉണ്ടായിരുന്നിരിക്കുമല്ലോ, പുരോഗമനവാദികളും ഒക്കെ ഉണ്ടാവും, സ്യൂഡോ സെക്യുലറിസ്റ്റുകളൊക്കെ. CPM-ന്റെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടാവുമല്ലോ അവിടെ, അതുണ്ടാവും. അതൊക്കെ ആര്യ രാജേന്ദ്രനാണ് അത് പോയി ഉദ്ഘാടനം ചെയ്തത്. അതാണ് ആര്യ രാജേന്ദ്രന്റെ ആരാധകനാണ് മംദാനി. ഇതില് രാമ, അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം അന്താരാഷ്ട്ര നീതിന്യായ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ചിരിക്കുന്ന അത് അമേരിക്കക്ക് ബാധകമാണോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഒരു സിറ്റിയുടെ മേയർക്ക് അധികാരം ഉണ്ടാകില്ല. അതെപ്പോഴും കേന്ദ്രഭരണമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഓർക്കുന്നത് എന്താ അറിയോ, പണ്ട് അദ്വാനി മറ്റേ രഥയാത്ര നടത്തിയില്ലേ? അപ്പൊ ലാലു പ്രസാദ് ബീഹാറിൽ അറസ്റ്റ് ചെയ്തിട്ടേ ഒരാളായില്ലേ? ഒരാളാകണം എന്നൊരു 35 വയസ്സിലും മംദാനിക്ക് അതും സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിയമമില്ലാത്ത കാര്യം ചെയ്തതിന് അടുത്ത ദിവസം അയാൾക്ക് പണി നഷ്ടപ്പെടേണ്ടി വരും. കാരണം ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഈ കാര്യം അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശമില്ല എന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിയമം. അല്ലെങ്കിൽ തന്നെ പുള്ളി കിണിഞ്ഞു നിൽക്കുക. ഇപ്പോൾ പൗരത്വ അപേക്ഷയിൽ അയാൾ കള്ളം പറഞ്ഞു. അയാൾ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ഈ സോഷ്യൽ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയിൽ അയാൾ അംഗമായിരുന്നത് അപേക്ഷയിൽ നിന്ന് മറച്ചു വെച്ചു. 1. 2, ഹമാസിന് കുറെ കോടികൾ 150 കോടി പിരിച്ചു കൊടുത്ത 5 പേരെ പ്രകീർത്തിക്കുന്ന ഒരു റാപ്പ് പഴയ വേടനാണ് ഈ മംദാനി. അറിയപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പാട്ടൊക്കെ പാടി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹമാസിന് 150 കോടി പിരിച്ചു കൊടുത്ത 5 പേരെ അനുകൂലിക്കുന്ന ഒരു റാപ്പ് പാർട്ടി ഇയാളുടെ ഇപ്പൊ പൊന്തി വന്നിട്ടുണ്ട്. എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഹീസ് ആൻ അപ്സ്റ്റാർട്ട്, എടുത്തിയാട്ടക്കാരനാണ്. ആ എടുത്തിയാട്ടക്കാരൻ്റെ എല്ലൊടിച്ച് വിടു വിധി എന്നൊരു കൂടി ഉണ്ട് അതിനകത്ത്. ആ എടുത്തിയാട്ടത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് അധികാരമില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസ്സാക്കുമ്പോൾ അത് ഞങ്ങളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്ന് ഇവർ ഒരു നിയമസഭ കൂടിയിട്ട് പ്രമേയം പാസ്സാക്കി പറയുന്ന പോലെ അതിന് ആ കടലാസിൻ്റെ വില പോലും ഇല്ല. രാധാകൃഷ്ണൻ പറയുന്ന ഈ ശിവൻകുട്ടിയും മംദാനിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നല്ലേ? അല്ല, ഈ കാര്യത്തിൽ വ്യത്യാസമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നിയമം ഒരു കേന്ദ്രം, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതല്ലേ, വിദേശകാര്യ വകുപ്പല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ തീരുമാനം ഓരോ കോണ്ടിയും നടപ്പിലാക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കോണ്ടിക്കും തീരുമാനം എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെ പറ്റില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മേയറിൻ്റെ കീഴിൽ പോലീസുണ്ട്, അതുകൊണ്ട് ആ പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്യിക്കാം എന്നാണ് ഇയാൾ കരുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോലീസുകാരനും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളതാണ് ഒരു മറുപടി. രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള വിദേശികൾ, വിശേഷിച്ചും കേരളത്തിൽ പോലും സയണിസം എന്നൊരു വാക്കുണ്ട്. ഒരുത്തിനെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് പറയാവുന്നൊരു കാര്യം അവൻ സയണിസ്റ്റാണ് കേട്ടോ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീർന്ന്. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ബൂർഷയാണ് എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഫാസിസ്റ്റാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ അവൻ്റെ കാര്യം തീർന്നു. അതാണ് ഇവൻ ഈ സയണിസ്റ്റ്. മൂരാച്ചി പിന്തിരിപ്പൻ എന്നൊക്കെയാ പറഞ്ഞത്. കുലംകുത്തി
കുലം കുത്തി അങ്ങനെയുള്ള പരിപാടി. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ അവൻ ഒറ്റ വാക്കേ ഉള്ളൂ, ഫാസിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അവന് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും മോക്ഷമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് ഈ സയണിസം. അപ്പോൾ സയണിസത്തിന് എതിരെ പ്രവർത്തിക്കാൻ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അയാൾ ബാധ്യസ്ഥനാണ്. ആ സയണിസത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആചാര്യൻ എന്ന് പറയാവുന്ന ആൾ നെതന്യാഹു ആണ്. കാരണം നെതന്യാഹു ആണ് മൊത്തം ഇസ്ലാമിക രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ് നെതന്യാഹു, ഇസ്രയേലും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേൽ എന്നൊരു രാജ്യം അവിടെ പാടില്ല എന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് രാജ്യമാകാം, മുസ്ലിങ്ങൾക്ക് രാജ്യമാകാം, പക്ഷേ ജൂതന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാകാൻ പാടില്ല. ഒരു രാജ്യം പോലും ജൂതന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. അവരാണെങ്കിൽ ഇത് പണം കൊടുത്ത് ഭൂമി വാങ്ങി ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ്. ആ രാജ്യത്തിലും അവർക്ക് നേരെ ചൊവ്വേ ജീവിക്കാനുള്ള അവസരമില്ല. ഇവരെ ആക്രമിക്കുന്ന സംഘങ്ങൾക്ക്, ഇപ്പോൾ ഹൂത്തി ആയാലും ഹമാസ് ആയാലും, ഇവർക്കൊന്നും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു വിധിയും നടത്തുന്നില്ല. ഈ അന്താരാഷ്ട്ര സംഘടനകൾ ഇൻക്ലൂഡിങ് UN ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പക്ഷപാതപരമായിട്ടാണ് എന്നുള്ളതാണ് വസ്തുത. അതൊരു ആരോപണമല്ല, അതൊരു വസ്തുതയാണ്. കാരണം അവരൊരിക്കലും നീതിൻ്റെ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് ഹമാസിന് അനുകൂല. അതെന്തർത്ഥത്തിലാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഭരണാധികാരി. അത് കാരണം എന്താണ്? ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭ കൊണ്ട് ഇപ്പോൾ ഇതിലിപ്പോ ഈ മംദാനി മറ്റേ സത്യപ്രതിജ്ഞ ചെയ്താലേ മേയറാവുള്ളൂ, ജയിച്ചിരിക്കുകയാണല്ലോ. അയാൾ ജൂതരെ പിണക്കാനായിട്ട് തയ്യാറാവുമോ ന്യൂയോർക്കിലെ? മണ്ടത്തിലുണ്ടെങ്കിൽ തയ്യാറാകും. പിന്നെ ഒരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ജൂതന്മാരാണ്. IMF ആരുടെ കീഴിലാണ്? വേൾഡ് ബാങ്ക് ആരുടെ കീഴിലാണ്? അതൊക്കെ നോക്കേണ്ടതാണ്. ഇയാൾക്ക് ഇത് ഇപ്പോൾ എന്തായാലും ശരിയാണ്, ഫണ്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇയാൾക്ക് നടത്തിക്കൊണ്ട് പോകണ്ടേ? ശമ്പളം കൊടുക്കാൻ കാശ് വേണ്ടേ? ഇതൊക്കെ ഇരിക്കട്ടെ, ഈ മഹാൻ വാക്ക് കൊടുത്താണല്ലോ പ്രചാരണത്തിൽ, ഞാൻ ന്യൂയോർക്കിൽ വന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വോട്ട് കിട്ടി. ഇനി എന്താ നിങ്ങൾക്ക് പറയുന്ന സംശയം? അല്ല, അയാളപ്പോൾ അത് മറ്റേ വാക്ക് പാലിക്കേണ്ടതല്ലേ? ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? അത് മതി. അങ്ങനെയാണല്ലോ. അത് EMSന് അപ്പം മനസ്സിൽ ധ്യാനിക്കാൻ പറയണം. ആര്യ രാജേന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് പറഞ്ഞു കൊടുക്കും. EMSനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. അല്ല, നെതന്യാഹു എന്നാ പിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ന്യൂയോർക്കിൽ ചെല്ലാൻ സാധ്യതയുണ്ടോ? ട്രംപ് പറഞ്ഞാൽ ചെല്ലും. നെതന്യാഹു വാടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞാൽ ചെല്ലും. ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കരാറനുസരിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, ഇത് ഇസ്രായേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടൊരു കരാറാണ്, അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ കൊല്ലപ്പെട്ട്, അവർ കൊല്ലപ്പെട്ട്, ഇവർ കൊല്ലപ്പെട്ടെന്നാണ്. എല്ലാ യുദ്ധത്തിലും ഇതുണ്ട്. പിന്നല്ലേ? അത് തന്നെയല്ല, ഏറ്റവും വൃത്തികെട്ട രീതിയിലൊരു യുദ്ധത്തിൻ്റെ പര്യവസാനം കാണുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലാണ്. രാധാകൃഷ്ണൻ, ഇവര് ചോദിച്ചു മേടിച്ചല്ലേ? അല്ല, ഇവര് അങ്ങോട്ട് ആക്രമിച്ചില്ലേ? 1200 വരെ കൊന്നപ്പോ സ്ത്രീകളും കുട്ടികളും ഇല്ലേ? അല്ല, ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോയിട്ടെന്ന് വെച്ചാൽ അവിടെ ആ കുട്ടികളുടെ കരച്ചിൽ, ഈ കുട്ടികളുടെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വൈകാരിക ഇമോഷണൽ കണ്ടൻറ്റ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കണം. അതിൽ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നില്ല, കുട്ടികൾ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു. ഈ ഐക്യരാഷ്ട്രസഭയുടെ കുറേ പേര് അവിടെ പോയിട്ടുണ്ടല്ലോ, അവരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരാൾ കൊണ്ടെന്ന് തോന്നുന്നു, ഒരു ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു, സന്തോഷ് കുമാർ. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ അത് കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് യുദ്ധത്തിലാണ് ഇങ്ങനെയൊന്നും ഇല്ലാത്തത്? ഏറ്റവും ഭീകരത മുഴുവൻ കണ്ടൊരു യുദ്ധം കുരുക്ഷേത്ര യുദ്ധമാണ്. കാരണം യുദ്ധം അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞ് തോറ്റോടിയ മൂവർ സംഘത്തിലെ ഒരുത്തൻ രാത്രി പോയിട്ട് 3 പേരും കൂടി പോയിട്ട് തീയിട്ട് എല്ലാവരെയും കൂടി കൊല്ലുകയാണ്. അതായത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ തീയിട്ട് കൊല്ലുകയും രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഹീനമായൊരു കർമ്മമുണ്ട്. അതിൽ വ്യാസൻ പറയുന്ന അതിനുശേഷം പിന്നെ ഉറങ്ങാത്ത രീതിയിൽ നമ്മുടെ അശ്വത്ഥമാവ് നടക്കുന്നു എന്നാണ്. അപ്പോൾ എവിടെ ലോകത്ത് യുദ്ധം നടന്നാലും ആ യുദ്ധത്തിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും.
അപ്പോൾ യുദ്ധം ഉണ്ടാക്കാതിരിക്കുക എന്നല്ലാതെ യുദ്ധം ഉണ്ടായതിന് ശേഷം ഇത് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ സോറബ് റസ്റ്റം കഥ വായിച്ചിട്ടില്ലേ? യുദ്ധത്തിൽ നിന്നുകൊണ്ട് ആർ യു സോറബ് ആർ യു റസ്റ്റം എന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? യുദ്ധത്തിൽ എതിരാളികളേ ഉള്ളൂ. ആ എതിരാളികളിൽ നിങ്ങൾ എതിരാളികളെ കൊന്നില്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലും. ഇതാണ് യുദ്ധത്തിൻ്റെ ശാസ്ത്രം. അങ്ങനെ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണോ എതിരാളികളെ കൊല്ലുന്നതിന് വേണ്ടി മറ്റവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് യുദ്ധത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കണം എന്ന് പറയുന്നത്. അത് പറയാതെ ഇവരെല്ലാം തുടങ്ങി വെച്ചത് നേരത്തെ രാമൻ പറഞ്ഞ രീതിയിൽ. നേരത്തെ 1200 ചില്ലാനം പേരെ നേരെ കയറി കൊല്ലല്ലേ. അത് കൊന്നത് ധാർമ്മികമായ കൊല്ലലാണ്. അത് അവർക്ക് കൊല്ലാൻ അവകാശമുണ്ട്. ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് ഏത് അതിക്രമവും നടത്താൻ ലോകത്ത് അവകാശമുണ്ട് എന്ന പ്രചാരണത്തോട്, അവകാശവാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. അവരല്ലേ തുടങ്ങി വെച്ചത്. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇസ്രയേൽ കിടക്കുന്നത് എങ്ങനെയാണ്? ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇസ്രയേൽ യുദ്ധം നിർത്തിയ അന്ന് അവർ തീർന്ന്. ഒന്നുകിൽ ഇറാൻ വരും, അല്ലെങ്കിൽ ഇറാഖ് വരും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സിറിയ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം അവരുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. ആ യുദ്ധം നിരന്തരം നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു എൻറ്റിറ്റിയാണ് ഈ പാലസ്തീൻ. ഇപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പാലസ്തീൻ അല്ലല്ലോ. ഇപ്പോൾ ആരാണ് പാലസ്തീൻ? പാലസ്തീൻ ഭരിക്കുന്ന ഹമാസ് അല്ലേ? ഈ PLA എവിടെ പോയി? ഇവിടെ പറയുന്നത് നമ്മളാണ് ആദ്യമായിട്ട് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗീകരിച്ചതെന്ന്. അങ്ങനെ ഒരു സംഘടന ഇപ്പോൾ ഇല്ലല്ലോ. അത് മരിച്ചുപോയില്ലേ? അവർ പ്രവർത്തിക്കൊന്നുമില്ല. പാലസ്തീൻ ലിബറേഷൻ ആർമി ഉണ്ടോയെന്ന് തന്നെ ഇപ്പം അറിയില്ല. അവരെക്കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല. അത് ഹമാസ് തട്ടിയെടുത്ത്. ഹമാസ് പറയണത് PLAയും മഹാ അപകടകാരികളാണ്, അവരാണ് ഇത് ഇത്രയും വഷളാക്കിയതെന്നും പറഞ്ഞ് അവരെ മാറ്റിയേക്കാണ്. അപ്പോൾ അവിടെ തമ്മിൽ ഛിദ്രിച്ചു പോകുന്ന ഒരു രീതിയാണുള്ളത്. ആകെ എനിക്ക് തോന്നുന്നത് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മംദാനിക്ക് ഈ ഗാസയിൽ ഒരു സന്ദർശനത്തിന് ശ്രമിക്കാവുന്നതാണ്. അത് ചെയ്യാവുന്നതാണ്. സമാധാനത്തിൻ്റെ ദൂതുമായിട്ട് ഞാൻ വരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, താൻബർഗൊക്കെ പോയില്ലേ മറ്റേ കപ്പലും ഒക്കെ ആയിട്ട്, തിരിച്ചുവിട്ടില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഇസ്ലാം മതവിശ്വാസിയായ മംദാനി ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും വേണ്ട. കാരണം അള്ളാഹു പറഞ്ഞിട്ടാണ് ജൂതന്മാരെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുള്ളത്. എവിടെ വെച്ച് കണ്ടാലും കൊല്ലാം എന്നുള്ളതാണ്. മംദാനിയെ വേണമെങ്കിൽ ഈ നെതന്യാഹുവിനെ ഈ മംദാനിയെ കൊല്ലാൻ വരെ മടിക്കില്ല. കാരണം സ്വർഗത്തിൽ പോകാമല്ലോ, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. ഒരു സയനിസ്റ്റിനെ കൊന്നു കഴിഞ്ഞാൽ ജിഹാദാണ്. ആ ജിഹാദിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടും. പിന്നെ ഇവിടത്തെ കൂടാതെ അവിടെയും കിട്ടും ഹൂറികളാണ്. പിന്നെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അല്ല, ന്യൂയോർക്കിൽ ഏതെങ്കിലും ഒരു ദിവസം നെതന്യാഹു വരികയാണെങ്കിൽ മംദാനിക്ക് വെക്കേഷൻ അവധി ആഘോഷിക്കാൻ എവിടെയെങ്കിലും പോകാവുന്നതാണ്, ഏതെങ്കിലും ഒരു ദ്വീപിലൊക്കെ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇത് അവിടെ വേറെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അതിനകത്തിരിക്കല്ല, അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും 1-ാം തീയതി എന്ത് സംഭവിക്കുന്നു നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.